ഓസ്ട്രേലിയയുടെ പ്രത്യേകത, ഓസ്ട്രേലിയ ഇന്ത്യയെക്കാളും 2.5 മടങ്ങ് വലിപ്പമുള്ളൊരു രാജ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ അത്രയും പോപ്പുലേഷൻ പോലും ഇല്ല. ഏകദേശം 2.5 കോടി ആൾക്കാരെ ഓസ്ട്രേലിയയിലുള്ളൂ. ഓസ്ട്രേലിയയിലെ നേറ്റീവ്സിന് അബോർജിൻസ് എന്നാണ് പറയുന്നത്. ഈ അബോർജിൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു ചേച്ചിയോ ചേട്ടനോ പാൻറ് ഷർട്ടും ഇട്ടേക്കുന്ന പോലെ തന്നെ ഇരിക്കും. അത്രയും സാമ്യതയാണ് എനിക്ക് തോന്നിയത്. അവരുടെ ഫോട്ടോസ് എടുക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുത്തില്ല. പക്ഷേ ഭയങ്കര റിസംബ്ലൻസ് ആണ് കേരളത്തിലെ ആൾക്കാരും ഈ അബോർജിൻസും തമ്മിൽ. ഓസ്ട്രേലിയയിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹൈവേകളാണ്. കിലോമീറ്റർ കണക്കിന് 100 കണക്കിന് കിലോമീറ്റർ നേരെയുള്ള ഹൈവേ ആണ്. ഈ ഹൈവേയുടെ 2 സൈഡിലും കങ്കാരുക്കൾ മരിച്ചു കിടക്കുകയാണ്. കങ്കാരു നമ്മുടെ നാട്ടിലെ ഈ പട്ടിയെ പോലെയാണ് അത് കങ്കാരുവിനെ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഈ കങ്കാരു റോഡിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ആ കങ്കാരു മരിച്ച് റോഡ് സൈഡിൽ കിടക്കും. എടുത്തുകൊണ്ട് പോകത്ത് പോലുമില്ല. ഞാൻ ആദ്യം കങ്കാരുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓസ്ട്രേലിയയിൽ പോയത്. ആദ്യം ഒരു 2-3 മണിക്കൂർ കണ്ടത് മുഴുവൻ കങ്കാരുവിൻ്റെ ഡെഡ് ബോഡീസാണ്. പിന്നാണ് എനിക്ക് ജീവനുള്ളൊരു കങ്കാരുവിനെ കാണാൻ സാധിച്ചത്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ലോകത്തിലെ വലിയ വലിയ കൊടുമുടികളെക്കുറിച്ചായിരുന്നു. ഞാൻ ചെയ്ത യാത്രകളാണത്.